ഹായ് ഹണി വീസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു അടിപൊളി ട്രാൻഡ്രം സ്റ്റൈൽ നെയ്ബോളി റെസിപ്പിയോട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. ഏറെ സ്വാദിഷ്ടവും കുട്ടികളും മുതിർന്നവരും ഒരുപോലെ സദ്യയോടൊപ്പം കഴിക്കാൻ ആഗ്രഹിക്കുന്നതുമായ ഈ ഒരു വിഭവം എങ്ങനെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇന്ന് നമുക്ക് കാണാം. അതിനു മുന്നേ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്താൻ ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് ഓൺ ആക്കിയേക്കണേ. ഇതിനായി ഞാൻ എടുത്തേക്കുന്നത് 1 കപ്പ് കടലപ്പരിപ്പ്, മൈദ 250 ഗ്രാം, ഏലക്കാപ്പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പഞ്ചസാര 1/2 കപ്പ്. ഫസ്റ്റ് നമുക്ക് കടല വേവിക്കാനായി വെക്കാം. ഇതിനായി കടല കഴുകി കുക്കറിൽ ഒരു 5 മുതൽ 6 വിസിൽ കേൾക്കുന്നത് വരെ വേവിക്കാൻ വയ്ക്കുക. തുടർന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കടല തണുക്കുവാനായി മാറ്റി വയ്ക്കാം. അടുത്തതായി ഇതിൻ്റെ ഡൗ നമുക്ക് തയ്യാറാക്കിയെടുക്കണം. അതിനായി ഞാൻ എടുത്തു വച്ചേക്കുന്നത് മൈദ, മഞ്ഞൾപ്പൊടി, ഉപ്പ് 1 പിഞ്ച്, ഇവയെല്ലാം കൂടി ഒരു ബൗളിൽ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. തുടർന്ന് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഒരു സ്റ്റിക്കി രൂപത്തിൽ കുഴച്ചെടുക്കുക. ഇതിലേക്ക് ഇച്ചിരി ഓയിൽ കൂടി ചേർത്ത് നല്ലോണം മാവ് കുഴച്ചെടുക്കുക. പരുവപ്പെടുത്തി എടുക്കുന്നതിനായിട്ടാണ് നമ്മൾ ഓയിൽ ആഡ് ചെയ്തത്. ഇനി ഇതിലേക്ക് ഒരല്പം എണ്ണ കൂടി ചേർത്ത് ഒരു അരമണിക്കൂർ മാവ് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കുക. ഈ സമയം കൊണ്ട് നമ്മൾ എടുത്തു വച്ചേക്കുന്ന കടലപ്പരിപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം. വേവിച്ച് വെച്ചേക്കുന്ന പരിപ്പ് ഒരു സ്റ്റീൽ അരിപ്പിലൂടെ നല്ലോണം അരിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒട്ടും തന്നെ കട്ടയില്ലാണ്ട് നമുക്ക് നമ്മുടെ ഐറ്റം കിട്ടിയേക്കും. ഇതിലേക്ക് എടുത്തു വച്ചേക്കുന്ന പഞ്ചസാര, ഏലക്കാപ്പൊടി, നെയ്യ് 1 ടേബിൾ സ്പൂൺ ഇവയെല്ലാം കൂടി നല്ലോണം യോജിപ്പിച്ചെടുക്കുക. പ്രീ ഹീറ്റ് ചെയ്തൊരു പാനിൽ ഈ മിക്സ് ഇടുക. ദെൻ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇവ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ചെറുതായിട്ടൊന്ന് ഹീറ്റ് ആകുമ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് ഇച്ചിരി ലൂസാവും, പക്ഷേ ക്രമേണ ഇച്ചിരി കട്ടി കൂടി വരും. അപ്പോൾ ഇത് പാനിൽ നിന്ന് നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കുക. അടിയിൽ പിടിക്കാണ്ട് ശ്രദ്ധിക്കുക. എപ്പോഴും ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. പാനിൽ നിന്ന് മാവ് വിട്ടു വരുന്ന ഒരു ലെവലെത്തുമ്പോൾ ഈ ഒരു മിക്സ് നമ്മൾ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റുക. ചെറിയ ചൂടോടുകൂടി തന്നെ നാരങ്ങ വലുപ്പത്തിലുള്ള ഉരുളകളായിട്ട് നമുക്കിവ മാറ്റി വെക്കാം. ഇനി നമുക്ക് മൈദ മാവിലേക്ക് പോവാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് കണ്ടോ നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു സൈസിൽ ഒരു ഉരുള എടുത്ത് കൈപ്പത്തിയുടെ ഉൾഭാഗത്ത് വെച്ചൊന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം കടലപ്പരിപ്പിൻ്റെ ഒരു ഉരുള എടുത്ത് അതിൻ്റെ സെൻറ്ററിൽ വയ്ക്കുക. തുടർന്ന് മൈദമാവ് കൊണ്ട് അതൊന്ന് കവർ ചെയ്തെടുക്കുക. എപ്പോഴും മൈദമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ മൈദമാവിൻ്റെ ഒരു ലെവല് നമ്മൾ ശ്രദ്ധിക്കുക. വളരെ തിന്നായിട്ട് വേണം നമ്മൾ എടുക്കേണ്ടത്. കൂടാണ്ട് ഇവിടെ നമ്മൾ അരിപ്പൊടിയാണ് മാവ് പരത്താനായിട്ട് ഉപയോഗിക്കുന്നത്. മാക്സിമം മൈദയോ ആട്ടയോ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. തുടർന്ന് മാവ് നമ്മൾ ചപ്പാത്തി പരത്തുന്നത് പോലെ വളരെ തിന്നായിട്ട് നല്ലോണം പരത്തിയെടുക്കുക. നമ്മുടെ മൈദയുടെയും പരിപ്പിൻ്റെയും ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആണെങ്കിൽ അതൊരിക്കലും ഉടഞ്ഞു പോകത്തില്ല, ഇളകി പരത്തില്ല. ബാക്കി പ്രൊസീജിയർ വളരെ സിമ്പിളാണ്. ഒരു തവയോ പാനോ എടുക്കുക. ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്നത് നെയ്ബോളി ആയതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഇരുവശങ്ങളിലും നെയ്യ് തടവാൻ മറക്കരുതേ. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നത് പോലെ തിരിച്ചും മറിച്ചു വിട്ട് വേവിച്ചെടുക്കുക. ആൻഡ് ഫൈനലി നമ്മുടെ നെയ്ബോളി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ചെറിയ ചൂടോടുകൂടെ പായസത്തെയും കൂട്ട് പിടിച്ച് നമുക്കിതൊന്ന് സെർവ് ചെയ്യാവുന്നതാണ്. നമ്മുടെ സദ്യകളിൽ നിന്നും മാറ്റി നിർത്താൻ കഴിയാത്ത ഈ ഒരു വിഭവം വളരെ എളുപ്പത്തിൽ തന്നെ ഇനി വീടുകളിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. സോ എത്രയും വേഗം ട്രൈ ചെയ്തോളൂ. ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ യെറ്റ് അനദർ വീഡിയോ. ഇറ്റ്സ് യുവർ ഹണി ബി. ജസ്റ്റ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.